ഈ കാലഘട്ടത്തിൽ നമ്മൾ ധാരാളം കേൾക്കുന്ന ഒരു വാക്കാണ് അഡിക്ഷൻ. എന്താണ് ഈ അഡിക്ഷൻ? ഏതെങ്കിലും ഒരു കാര്യത്തിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്യണമെങ്കിലും നമ്മൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഡിക്ഷനിൽ ചെന്ന് പെടാതിരിക്കണമെങ്കിലും അഡിക്ഷൻ എന്താണ്, അഡിക്ഷൻ്റെ സ്വഭാവം എന്താണ്, എങ്ങനെയാണ് അഡിക്ഷൻ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് നമ്മളെ സഹായിക്കും. ഏതെങ്കിലും ഒരു വസ്തുവോ അല്ലെങ്കിൽ സ്വഭാവ രീതിയോ നമ്മളുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുകയും നമ്മളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം തന്നെ നമ്മളുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന വിധത്തിലുള്ള ഒരവസ്ഥയാണ് അഡിക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഒരു വ്യക്തി ഒരു വസ്തുവിനോ അല്ലെങ്കിൽ ശീലത്തിനോ അടിമയായി മാറുന്ന ഒരു സിറ്റുവേഷനാണ്. നമ്മളുടെ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് ഒരു തരത്തിലും ഹെൽപ്ഫുൾ അല്ലാത്ത തരത്തിലുള്ള സ്വഭാവ രീതികൾക്കോ വസ്തുക്കൾക്കോ നമ്മൾ അടിമപ്പെടുമ്പോൾ അത് നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും തകർക്കാൻ മാത്രം കഴിവുള്ളതാണ്. അഡിക്ഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡ്രഗ് അഡിക്ഷൻ, ആൽക്കഹോൾ അഡിക്ഷൻ, സിഗരറ്റ് അഡിക്ഷൻ, ഇതൊക്കെയാണ് അല്ലേ? പക്ഷേ ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണോ അഡിക്ഷൻ? തീർച്ചയായും അല്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം നമ്മളുടെ ലൈഫിനെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഒരു അഡിക്ഷനാണ്. നമ്മളിൽ പലർക്കും മൊബൈൽ ഇല്ലാതെ ഒരു 5 മിനിറ്റ് ജീവിക്കാൻ സാധിക്കുകയില്ല. എന്തോ കൈമോശം വന്ന പോലെ നമ്മൾ പരുതിക്കൊണ്ടിരിക്കും. സോഷ്യൽ മീഡിയയിൽ കയറി കോൺസ്റ്റൻ്റ് ആയിട്ട് ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുകയും യൂട്യൂബിൽ കയറി കണ്ടിന്യൂസ് ആയി വീഡിയോസ് നോക്കിക്കൊണ്ടിരിക്കുകയും സോഷ്യൽ മീഡിയയിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ സ്വഭാവം ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയും. ഞാൻ എന്തെങ്കിലും മിസ് ചെയ്തോ എന്നുള്ള ഒരു ഭയം, സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു അവസ്ഥയിലെത്തുകയാണ്. ഇത്തരത്തിലുള്ള ഇൻ്റർനെറ്റും മൊബൈലും കൊണ്ടുള്ള അഡിക്ഷൻസ് നമ്മൾ ബോധപൂർവമുള്ള ചിന്താശക്തിയെയും കാര്യങ്ങളെ കൃത്യമായും സമയത്തിനും ചെയ്തു തീർക്കാനുള്ള കഴിവിനെയും വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ എപ്പോഴും ഒരു ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് മാറുകയും തുടർച്ചയായി ഇങ്ങനെ ഓരോ കാര്യങ്ങളും ബ്രൗസ് ചെയ്തുകൊണ്ടും സർഫ് ചെയ്തുകൊണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇത് കൂടാതെയുള്ള അഡിക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ചിലർക്ക് ഫുഡ് അഡിക്ഷനാണ്. ഫുഡിൻ്റെ മേലെ യാതൊരു നിയന്ത്രണവും ഇല്ലാത്തൊരവസ്ഥ. ചിലർക്കാകട്ടെ ഷോപ്പിങ്ങിലായിരിക്കും അഡിക്ഷൻ, മറ്റു ചിലർക്ക് പോണോഗ്രാഫി ആയിരിക്കും. അഡിക്ഷനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഹാബിറ്റ്, ശീലങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നതിനെക്കുറിച്ചാണ്. അതായത് നമ്മൾ സ്ഥിരമായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് ചില കാര്യങ്ങൾ റെഗുലർലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ ശീലങ്ങൾ രൂപപ്പെടുന്നത് അല്ലേ? ഇത് വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് അത് നമ്മൾക്ക് അഡിക്ഷനായിട്ട് മാറുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ ഈ ശീലങ്ങൾ നമ്മൾക്ക് യാതൊരു വിധത്തിലും സഹായകരമല്ലാത്ത രീതിയിലുള്ളതാവുമ്പോൾ, ചീത്ത ശീലങ്ങളാവുമ്പോൾ ആണ് ഈ അഡിക്ഷൻ നമ്മളെ വളരെ മോശമായിട്ട് ബാധിക്കുന്നത്. പലർക്കും ഒരു വിനയായിട്ട് മാറുന്ന അവരുടെ ദുശ്ശീലങ്ങൾ, ആദ്യം അവരിത് തുടങ്ങിയത് വെറുതെ ഒരു രസത്തിനായിരിക്കാം, ഈ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാനായിരിക്കാം. ഒരു പക്ഷേ സുഹൃത്തുക്കളുടെ കൂടെ ഇരിക്കുമ്പോൾ അവരുടെ പ്രഷർ കൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു സോഷ്യൽ സെറ്റപ്പിൽ ഇരിക്കുമ്പോൾ ഞാനിതൊന്നും ചെയ്തില്ലെങ്കിൽ ഇവരെന്നെപ്പറ്റി എന്ത് വിചാരിക്കും എന്നുള്ള ഒരു ചിന്തയിൽ നിന്നായിരിക്കും. പിന്നീട് ഈ ശീലത്തിനോ വസ്തുവിനോ അടിമപ്പെട്ട് കഴിയുമ്പോൾ അത് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു കമ്പൽഷൻ ഉണ്ടാവുകയാണ്, ഒരു നിർബന്ധിതമായ ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. ആ കാര്യം പിന്നെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് വളരെയധികം അസ്വസ്ഥതയും ആൻസൈറ്റി, സ്ട്രെസ്, ആങ്കർ ഔട്ട് ബേഴ്സ്റ്റ്, ഇങ്ങനെ പലതരത്തിൽ ആൾക്കാർ അതിനെ പ്രകടിപ്പിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഇത് തനിക്കൊരു അഡിക്ഷനായി മാറിക്കഴിഞ്ഞു എന്ന് ഇവർ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ മൊബൈൽ കൂടെ കൊണ്ടുപോകുന്ന ശീലമുള്ള ഒരാളാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളിത് ശ്രദ്ധിച്ചേ മതിയാകൂ. ഉറങ്ങേണ്ട ടൈമായി ഉറങ്ങാൻ പോകണം എന്ന് തോന്നുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് എവിടെ എൻ്റെ മൊബൈൽ എടുത്തില്ലല്ലോ. മൊബൈൽ എടുത്തിട്ട് കിടക്കയിലോട്ട് മറിയുന്നത് പ്രത്യേകതരം ഒരു സുഖമാണ്, ഒരു കംഫർട്ടാണ്. നല്ല ഉറക്കം വരുന്നുണ്ടെങ്കിലും മൊബൈൽ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ കയറി ബ്രൗസ് ചെയ്യാൻ തുടങ്ങും. അതല്ലെങ്കിൽ യൂട്യൂബിൽ കയറി ഷോർട്സോ ഏതെങ്കിലും വീഡിയോയോ കണ്ടുകൊണ്ടിരിക്കും. ഇതിങ്ങനെ കോൺസ്റ്റൻ്റ്ലി സ്വൈപ്പ് ചെയ്ത് ടൈം പോകുന്നത് അറിയില്ല. കുറച്ച് കഴിയുമ്പോൾ ഉറക്കം പമ്പ കടന്നിട്ടുണ്ടാവും. ഈ കാലഘട്ടത്തിൽ ഉറക്കമില്ല എന്ന് കംപ്ലയിൻറ്റ് ചെയ്യുന്ന, ഉറക്കത്തിന് വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടുന്ന, രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചിരുന്ന് പകൽ മുഴുവൻ കിടന്നിറങ്ങുന്ന ശീലമുള്ള ഒട്ടുമിക്കവാറും വിദ്യാർത്ഥികളുടെയും മുതിർന്നവരുടെയും ഒക്കെ ഉറക്കത്തിൻ്റെ പിന്നിലുള്ള ശരിയായ കാരണം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ്ലി ഉള്ള ഈ മൊബൈലിലൂടെയുള്ള സ്വൈപ്പിംഗ് ആണ്. വേറെ ചിലരാകട്ടെ വീട്ടിൽ രാവിലെ എഴുന്നേറ്റ് ഒരുപാട് കാര്യം ചെയ്യണമെന്ന് വിചാരിക്കും.
പക്ഷെ രാവിലെ എഴുന്നേറ്റ ഉടനെ കൈ എത്തിപ്പിടിക്കുന്നത് മൊബൈലിനാണ്. അപ്പോൾ ഈ കോൺസ്റ്റൻ്റ് ആയിട്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ മൊബൈൽ തുറക്കുമ്പോൾ വാട്സാപ്പിലും മറ്റ് സോഷ്യൽ മീഡിയയിലും ഒക്കെ വരുന്ന നോട്ടിഫിക്കേഷനും മെസ്സേജസ് ഒക്കെ വായിക്കും, റിപ്ലൈ ചെയ്യുകയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒരു 1 hour അങ്ങനെ തന്നെ പോയിട്ടുണ്ടാവും. പിന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ ഫസ്റ്റിൽ മനസ്സിന് വരുന്നത് മൊബൈൽ എടുക്കാനും നോക്കാനുമാണ്. പഠിക്കാനിരിക്കുമ്പോഴും ഇതേ അവസ്ഥയാണ്. ഇത് അഡിക്ഷനാണ്. നമുക്കുണ്ടാകുന്ന എല്ലാത്തരം അഡിക്ഷനും, ഏത് വിധത്തിലുള്ള അഡിക്ഷനും ആവട്ടെ, അത് ഫോം ചെയ്യുന്നത് ഒരു ട്രിഗർ റെസ്പോൺസ് റിവാർഡ് സിസ്റ്റത്തിലൂടെയാണ്. ഇതിനാണ് ഹാബിറ്റ് ലൂപ്പ് എന്ന് പറയുന്നത്. ഓരോ ഹാബിറ്റും ഫോം ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റത്തിലൂടെയാണ്. ഞാനിപ്പോൾ പറഞ്ഞ ഉദാഹരണത്തിൽ ഉറങ്ങാൻ പോകുമ്പോൾ മൊബൈൽ എടുക്കുന്ന ശീലം, ഇവിടെ ഒരു വ്യക്തിക്ക് ബെഡിലേക്ക് പോകുമ്പോൾ അത് ഏത് സമയവും ആയിക്കോട്ടെ, ബെഡിനെ അവർ ഡയറക്റ്റ്ലി കണക്ട് ചെയ്യുന്നത്, അതായത് അവരുടെ മനസ്സ് കണക്ട് ചെയ്യുന്നത് മൊബൈൽ ഫോണുമായിട്ടാണ്. ദ മൊമെന്റ് ഈ പേഴ്സൺ ബെഡിലേക്ക് പോവുകയാണ്, കിടക്കാൻ പോവുകയാണ് എന്ന ചിന്ത വരുമ്പോൾ ഈ മൊബൈൽ ഇല്ലാതെ പോയി കിടക്കാൻ പറ്റില്ല. മൊബൈൽ എടുത്തിട്ട് അതിന് ബ്രൗസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ റീൽസും ഷോർട്സും നോക്കി സ്വൈപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഒരു തരം റിലാക്സേഷൻ ഫീൽ ചെയ്യുകയാണ് ഇവിടെ. അതായത് അവരുടെ മനസ്സിൻ്റെ പുറകിൽ അവർക്ക് കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാനുണ്ടാവും, പഠിക്കാനുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടാസ്ക് ചെയ്യാനുണ്ടാവും. പക്ഷെ അതിനെ തള്ളി മാറ്റാനുള്ള മനസ്സിൻ്റെ ഒരു ടെൻഡൻസിയാണ് സോഷ്യൽ മീഡിയ സ്വൈപ്പിങ്ങിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഈ കാര്യം ചെയ്യണമെന്നോ എന്നുള്ള ചിന്തയിൽ നിന്നും ഇതിലേക്ക് വരുമ്പോൾ ആ ഒരു സ്ട്രെസ് റിലീവ് ആവുകയാണ് ചെയ്യുന്നത്. വേറെ ചിലർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് പ്രശ്നങ്ങളെ മറക്കാനുള്ള ഒരു ഉപാധിയായിരിക്കും. കാര്യം എന്ത് തന്നെ ആയി കഴിഞ്ഞാലും നമ്മളിങ്ങനെ കാര്യങ്ങളെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാൻ, അതായത് നാളെ എന്ന് പറഞ്ഞ് നീട്ടിവെക്കാൻ ഈ സ്വഭാവം കാരണമാകുന്നുണ്ട്. അപ്പോൾ ഈ റിലീഫ്, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ സ്വൈപ്പ് ചെയ്ത് പോകുമ്പം ഓരോ വീഡിയോസൊക്കെ കാണുമ്പം കിട്ടുന്ന ആ എൻജോയ്മെൻറ്റ്, നമ്മളുടെ ബ്രെയിൻ നമുക്ക് തരുന്ന റിവാർഡാണത്. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഡോപ്പാമൈൻ, ആ ഡോപ്പാമൈൻ റഷ് അല്ലെങ്കിൽ ഡോപ്പാമൈൻ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ ഹാപ്പിനെസ് ആണ്, അല്ലെങ്കിൽ റിലാക്സേഷൻ ആണ് നമ്മളെ വീണ്ടും ഈ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലൂപ്പായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു, ഈ ശീലം ഇത് നമ്മളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഹാബിറ്റായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഈ ഹാബിറ്റ് ലൂപ്പ് സ്ട്രോങ് ആവുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ബ്രെയിനിൽ അതിന് കണക്റ്റഡ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ന്യൂറൽ കണക്ഷൻസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു അഡിക്ഷനായി മാറിക്കഴിയുമ്പോൾ നമുക്കിത് ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഹാബിറ്റ് പുതുതായിട്ട് തുടങ്ങുമ്പോൾ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യാത്ത വിധത്തിലുള്ള ഒരു ഹാബിറ്റാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ പുതിയ സ്വഭാവം അവിടെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇത് നീണ്ട പോയി കഴിഞ്ഞാൽ പിന്നീട് അതിനെ ബ്രേക്ക് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ട്. എന്തുകൊണ്ടാണ് പൊതുവെ മനുഷ്യർ അഡിക്ഷൻ അടിമപ്പെടുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ വളരെയധികം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ? എന്നിട്ട് നമ്മൾ പലതരത്തിലുള്ള അൺഹെൽപ്ഫുൾ ആയിട്ടുള്ള സ്വഭാവ രീതികൾക്കും അടിമപ്പെടുന്നുണ്ട്. പലപ്പോഴും അഡിക്ഷനിലേക്ക് നമ്മളെ നയിക്കുന്നത് നമ്മളുടെ ഒരു ഇമോഷണൽ നീഡ്സ് ആണ് എന്ന് പറയാം. ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ള തോന്നൽ, അല്ലെങ്കിൽ എനിക്ക് സ്നേഹം കിട്ടുന്നില്ല എന്നുള്ള തോന്നൽ, എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നുള്ള തോന്നൽ, ഇത്തരത്തിലുള്ള തോന്നലിൽ നിന്നുണ്ടാകുന്ന ഇമോഷണൽ പെയിൻ, ഒരുതരം എംപ്റ്റീനെസ്, ഏകാന്തത, അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരു തരം കണ്ടീഷനിങ്, അല്ലെങ്കിൽ മറ്റുള്ളവരുമായി കോൺസ്റ്റൻ്റ്ലി നടത്തുന്ന കമ്പാരിസണും മറ്റുള്ളവരിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷനും ഒന്നും നടക്കാതിരിക്കുമ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള ചില ഇമോഷണൽ നീഡ്സ് അത് മറ്റുള്ളവർ മീറ്റ് ചെയ്യുന്നില്ല എന്നുള്ള തോന്നലിൽ നിന്നൊക്കെയാണ് മനുഷ്യർ ഓരോരോ അഡിക്ഷനിലേക്ക് നീങ്ങുന്നത്. ഈ ഇമോഷണൽ പെയിനിൽ നിന്നും ബോർഡത്തിൽ നിന്നും ഒക്കെയുള്ള ഒരു എസ്കേപ്പ് റൂട്ടായിട്ടാണ് ആൾക്കാർ ഇതിനെ കാണുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവിത പ്രതിസന്ധികളോട് പ്രതികരിക്കുന്ന രീതി വളരെ വ്യത്യസ്തമാണ് ഇല്ലേ? നമുക്കറിയാം, നമുക്ക് ഇമോഷണലി ഉണ്ടാകുന്ന വേദന അത് പലപ്പോഴും നമ്മുടെ ഫിസിക്കൽ പെയിനേക്കാളും വളരെയധികം ഇൻറ്റൻസ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഇമോഷണലി ഉണ്ടാകുന്ന ചില വേദനകളെ മറികടക്കാനുള്ള ഒരു ഡിസ്ട്രാക്ഷനായിട്ട് ആണ് ആൾക്കാർ പലപ്പോഴും ചില ഹാബിറ്റ്സ്, ഡ്രിങ്കിങ്, ഡ്രഗ്സ്, ശീലങ്ങൾ തുടങ്ങി വെക്കാറ്. ഈ ഒരുപാട് വെള്ളമൊക്കെ അടിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരു സൗകര്യമില്ലാന്നേ, വീട്ടിലേക്ക് പോകാൻ തോന്നുന്നില്ല, അവിടെ എത്തിയാൽ അപ്പോൾ തുടങ്ങും.
ഒരു സമാധാനം വേണ്ടേ മനുഷ്യന്? ഇതൊക്കെയാണ് ഒരു റീസൺ ആയിട്ട് പറയുന്നത്. അതായത് ഇത് സാഹചര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവില്ലായ്മയിൽ നിന്നും, അതല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യാനുള്ള കഴിവില്ലായ്മയിൽ നിന്നും, അതിന് എങ്ങനെയാണ് ഒരു നല്ല സൊല്യൂഷൻ ഉണ്ടാക്കുക എന്ന് ചിന്തിക്കുന്നതിന് പകരം ഒരു എസ്കേപ്പ് റൂട്ടായിട്ട് വീട്ടിൽ പോകാൻ ലേറ്റ് ആക്കുകയും ഇതുപോലെയുള്ള ഏതെങ്കിലും ഹാബിറ്റ് തുടങ്ങി വെക്കുകയും പിന്നീട് അതിന് അടിമപ്പെടുകയും ജീവിതം മൊത്തത്തിൽ തകിടം മറിയുകയും ചെയ്യുകയാണ് ഉണ്ടാവുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം മാനസികമായി വേദനിക്കുകയും തളർന്നു പോവുകയും ഒറ്റപ്പെട്ടു എന്ന് തോന്നുകയൊക്കെ ചെയ്തിരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വളരെയധികം പ്രതിസന്ധി അനുഭവിച്ച ഒരു സമയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആ സമയം നിങ്ങൾ എങ്ങനെയാണ് മറികടന്നത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആ വിഷമങ്ങളെയും ആ വേദനയെയും നമ്മൾ ഫേസ് ചെയ്തുകൊണ്ട്, അത് ശരിക്കും അനുഭവിച്ചുകൊണ്ട് അതിലേക്ക് നോക്കാൻ പഠിക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ നമ്മളുടെ ഉള്ളിലേക്ക് നോക്കാൻ പഠിക്കുകയാണെങ്കിൽ, നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ ശരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മളുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കിട്ടും. എന്താണ് എന്നെ ഇങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കുന്നത്? ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയധികം വേദനിക്കുന്നത്? ഇതിന് കാരണം എന്താണ് എന്ന് നമ്മളോട് തന്നെ ചോദിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇത് നമ്മളുടെ ചില ചിന്താരീതിയുടെയും നമ്മൾ പഠിച്ചു വളർന്നു വന്ന ചില വിശ്വാസങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് നമ്മൾ കാര്യങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ കാണുന്നത് എന്ന്. ഈ ഒട്ടനടി ഈ വേദനയിൽ നിന്നൊരു ഡിസ്ട്രാക്ഷൻ നമ്മൾ നോക്കുമ്പോഴാണ് നമ്മൾ അഡിക്റ്റഡ് ആയി പോകുന്നത്. അതേ സമയത്ത് ആ വേദനയെ നമ്മൾ അനുഭവിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നമുക്കത് ഗ്രാജ്വലി കുറഞ്ഞു പോകുന്നതായിട്ട് കാണാൻ പറ്റും. മനുഷ്യ മനസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ കോൺസ്റ്റൻ്റായിട്ട് സന്തോഷം തേടിക്കൊണ്ടേയിരിക്കും. ഈ കാലഘട്ടത്തിലാണെങ്കിൽ നമുക്കതിന് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയാം. എന്തും നമുക്ക് ഉടനടി കിട്ടിയാലേ തൃപ്തിയാകൂ. ഓരോ കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ഉടനടി കിട്ടുന്ന ആ ഒരു പ്ലഷർ ഫീലിംഗ് ഒരു വെറും സന്തോഷമല്ല, ഒരു ഹൈറ്റൻഡ് ലെവൽ ഓഫ് എക്സൈറ്റ്മെൻറ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും പലരും പല സ്വഭാവങ്ങൾക്കും അടിമപ്പെട്ടു പോകുന്നത്. ഇവിടെ കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു വേദന മറക്കാനോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിനെ മനസ്സിൽ നിന്ന് മാറ്റാനോ ഒക്കെ ആയിട്ട് ഒരു ശീലം തുടങ്ങുമ്പോൾ, ഏത് തരം അഡിക്ഷൻ ആയാലും ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓരോ പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ഈ പ്ലഷർ, എക്സൈറ്റ്മെൻറ്റ് ഒക്കെ തരുന്ന ഈ കെമിക്കൽ ഇത് കൂടുതൽ പ്രാവശ്യം അളവിൽ റിലീസ് ചെയ്യപ്പെട്ടാലേ ഓരോ ഘട്ടം കഴിയുമ്പോഴും നമുക്ക് മുമ്പ് നമ്മൾ അനുഭവിച്ചു തരുന്ന തരത്തിലുള്ള ആ സന്തോഷം അല്ലെങ്കിൽ ആ എക്സൈറ്റ്മെൻറ്റ്, ഹാപ്പിനെസ് ഒക്കെ കിട്ടുകയുള്ളൂ. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ വീണ്ടും കൂടുതൽ സമയത്തേക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അത് സോഷ്യൽ മീഡിയ സ്വൈപ്പിംഗ് ആവട്ടെ, വീഡിയോ വാച്ചിങ് ആവട്ടെ, സ്മോക്കിംഗ് ആവട്ടെ, ആൽക്കഹോൾ ഇൻടേക്കിൻ്റെ അളവാവട്ടെ, ടൈമിംഗ് ആവട്ടെ, ഇതെല്ലാം കൂടി വരാനിടയാവുകയും നമുക്ക് ആദ്യം കിട്ടിയിരുന്ന തരത്തിലുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റോ ഹാപ്പിനെസ്സോ കിട്ടാതാവുകയും ചെയ്യുന്നത്. ആരാണ് കൂടുതൽ അഡിക്ഷന് അടിമപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും ഒരു മേജർ റോൾ പ്ലേ ചെയ്യുന്നത് നമ്മളുടെ പേഴ്സണാലിറ്റി ട്രേറ്റും ജെനറ്റിക്സും ആണെന്ന് പറയാം. ഇതിൻ്റെ കൂടെ നമ്മളുടെ ജീവിത സാഹചര്യവും മറ്റു തരത്തിലുള്ള വൈകാരികമായിട്ടുള്ള ട്രിഗേഴ്സും ഒക്കെ കൂടിച്ചേരുമ്പോൾ അത് ഇത്തരം ശീലങ്ങൾക്കൊരു വളക്കൂട്ടാവുകയാണ്. അഡിക്ഷന് അടിമപ്പെടാതിരിക്കാനും അഡിക്ഷനിൽ നിന്ന് റിക്കവർ ചെയ്യാനും നമ്മൾക്ക് ആദ്യം വേണ്ടത് നമ്മളെപ്പറ്റി തന്നെയുള്ള ഒരു അവബോധമാണ്, തിരിച്ചറിവാണ്. അതിന് നമുക്ക് നമ്മളുടെ ഉള്ളിലേക്ക് നോക്കി നമ്മളുടെ സ്വഭാവ രീതിയെയും ചിന്താഗതിയെയും വിശ്വാസ പ്രമാണങ്ങളെയും തിരിച്ചറിഞ്ഞാലേ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ എത്രയും പെട്ടെന്ന് പ്രൊഫഷണൽ ഹെൽപ്പ് തേടേണ്ടതാണ്.